2015 നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ദിനം ഒരുപാട് പേരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരുപാട് പ്രതീക്ഷകളുമായി സെമിനാരിയിൽ ചേർന്ന മാർക്കോസ് പൗ എന്ന യുവാവിന് അവിടെ ചുരുങ്ങിയ ദിനങ്ങൾ മാത്രമേ ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ. സെമിനാരിയിൽ പ്രവേശിച്ച് 10 ദിവസത്തിന് ശേഷമുണ്ടായ ഒരു വാഹനാപകടത്തിൽ ദൈവം ആ മകനെ തിരിച്ചു വിളിച്ചു. മാർക്കോസിൻ്റെ 10ാം ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ ദിനം. അതോടനുബന്ധിച്ച് മാർക്കോസ് എസ് എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററിയും പുറത്തിറക്കിയിരുന്നു. മാർക്കോസിൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടുത്തി അരമണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള ഈ ഡോക്യുമെൻ്ററി ഇതിനോടകം 70,000-നടുത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞു. 1991 സെപ്റ്റംബറിൽ അമേരിക്കയിൽ ജനിച്ച മാർക്കോസ് 1998 വരെ മാതാപിതാക്കൾക്കൊപ്പം അവിടെ തുടർന്നിരുന്നു. പിന്നീട് സ്പെയിനിലെ ബാർസലോണയിലേക്ക് മടങ്ങി. കൗമാരത്തിൻ്റെ തുടക്കത്തിൽ ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെട്ടെങ്കിലും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആഴ്ചതോറുമുള്ള മതബോധന ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി ആ ചൈതന്യം ഇരട്ടിയായി മാർക്കോസിൻ്റെ ജീവിതത്തിൽ തിരികെ എത്തി. 2011 മിഷനറീസ് ഓഫ് ചാരിറ്റിയുമായുള്ള ബന്ധത്തിൽ മാർക്കോസ് കൊൽക്കത്ത സന്ദർശിച്ചിരുന്നു. ക്രമേണ മാർക്കോയുടെ വിശ്വാസം ആഴത്തിൽ വളർന്നു. ആ വളർച്ച അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവർക്കും ദർശിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. മാർക്കോസിൻ്റെ സുഹൃത്തായ ഒരു പുരോഹിതനായിരുന്നു ദൈവവിളിയുടെ വിത്ത് അദ്ദേഹത്തിൽ പാകിയത്. അതിൻ്റെ ഫലമായി ഒരു വൈദികനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ മാർക്കോസ് 2015 ഫെബ്രുവരി 11 ബാഴ്സലോണയിലെ മെട്രോപൊളിറ്റൻ സെമിനാരിയിൽ പ്രവേശിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. സെമിനാരിയിൽ പ്രവേശിച്ച് 10ാം ദിനം ഒരു ബൈക്ക് അപകടത്തിലായിരുന്നു മാർക്കോസ് മരണപ്പെട്ടത്. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മാർക്കോസ് തൻ്റെ ജീവിതകഥ എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ ആത്മകഥ ഒരുപാട് യുവാക്കളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. മാർക്കോസിൻ്റെ വേർപാടിൻ്റെ 10ാം വർഷത്തിൽ അർപ്പിക്കപ്പെട്ട അനുസ്മരണ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച കർദിനാൾ ജുവാൻ ജോസ് ഒമെല്ല പറഞ്ഞത്, വിശുദ്ധരുടെ ജീവിതം മറ്റുള്ളവർക്ക് സ്വയം സമർപ്പിക്കാനുള്ള ഒരു പാതയാണ് എന്ന് മാർക്കോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു എന്നായിരുന്നു.